മൈക്രോ ഓർഗാനിസത്തിൻ്റെ വേറൊരു അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ അതിൻ്റെ ഉപയോഗം പറയുകയാണെങ്കിൽ ഹ്യൂമൻ വെൽഫെയറിൽ തന്നെ നോക്കുമ്പോൾ സീവേജ് ട്രീറ്റ്മെൻറ്റിലാണ്. സോ നമ്മൾ ഒരുപാട് ഹൗസ് ഹോൾഡ് പ്രോഡക്റ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നതിൽ മൈക്രോ ഓർഗാനിസത്തിൻ്റെ റോള് പറഞ്ഞു. അതുപോലെ തന്നെ നമ്മൾ ഇൻഡസ്ട്രിയൽ പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിൽ മൈക്രോ ഓർഗാനിസത്തിൻ്റെ റോള് പറഞ്ഞു. ഇനി പറയുന്നത് ഈ മൈക്രോബ്സ് ഇൻ സീവേജ് ട്രീറ്റ്മെൻറ്റ്. സോ വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ സീവേജ് ട്രീറ്റ്മെൻറ്റിൽ മൈക്രോ ഓർഗാനിസത്തിൻ്റെ റോൾ എന്താണ്? സോ നമുക്കറിയാം ഓരോ ദിവസവും ഈ സിറ്റികളിലും ടൗണുകളിലൊക്കെ ഒരുപാട് വേസ്റ്റ് വാട്ടർ ജനറേറ്റ് ചെയ്യുന്നുണ്ട്. സോ ലാർജ് ക്വാണ്ടിറ്റീസ് ഓഫ് വേസ്റ്റ് വാട്ടർ, അത്രയും ക്വാണ്ടിറ്റീസ് ഓഫ് വേസ്റ്റ് വാട്ടർ, അത്രയും അധികം വേസ്റ്റ് വാട്ടർ ഓരോ ദിവസവും ഈ സിറ്റിയിലും ടൗണിലും ജനറേറ്റ് ചെയ്യുന്നുണ്ട്. എവറി ഡേ, ഓരോ ദിവസവും. നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഇത്രമാത്രം വേസ്റ്റ് വാട്ടർ എവിടേക്കാണ് പോകുന്നത്? ഈ ഹ്യൂജ് ക്വാണ്ടിറ്റി ഓഫ് സീവേജ് അല്ലെങ്കിൽ അർബൻ വേസ്റ്റ് എവിടേക്കാണ് ഡിസ്പോസ് ചെയ്തിരുന്നത് അല്ലെങ്കിൽ എവിടേക്കാണ് അത് പോകുന്നത്? എങ്ങനെയാണ് അതിനെ ഡിസ്പോസ് ചെയ്യുന്നത്? ഇത്രയും ഹ്യൂജ് ക്വാണ്ടിറ്റി ഓഫ് സീവേജ് അല്ലെങ്കിൽ വേസ്റ്റ് വാട്ടർ, അർബനായിട്ടുള്ള വേസ്റ്റ് വാട്ടർ അല്ലെങ്കിൽ സീവേജ് വേസ്റ്റ് വാട്ടറൊക്കെ എവിടേക്കാണ് ഓരോ ദിവസവും ഡെയിലി ഡിസ്പോസ് ചെയ്യണമെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഇത് നമുക്ക് സിമ്പിളായിട്ട് ഈ പറഞ്ഞ വേസ്റ്റ് വാട്ടറിനെ അല്ലെങ്കിൽ സീവേജ് വാട്ടറിനെ നമുക്ക് ഒരിക്കലും നാച്ചുറൽ വാട്ടർ ബോഡിക്ക് സിംപ്ലി ഡിസ്ചാർജ് ചെയ്ത് കളയാൻ പറ്റില്ല. നമുക്ക് കിട്ടുന്ന ഡെയിലി കിട്ടുന്ന ഈ വേസ്റ്റ് വാട്ടർ ജനറേറ്റ് ചെയ്യുന്ന സിറ്റിയിലും ടൗണിലും ഓരോ ദിവസവും ഉണ്ടാകുന്ന ഈ വേസ്റ്റ് വാട്ടറുകളെ നമുക്ക് സിംപ്ലി ഒരു നാച്ചുറൽ വാട്ടർ ബോഡിയിലേക്ക് നമുക്ക് ഡിസ്ചാർജ് ചെയ്യാൻ പറ്റില്ല. ലൈക്ക് റിവർ, സ്ട്രീം പോലെ ഉള്ള നാച്ചുറൽ വാട്ടർ ബോഡീസിൽ ഈ വേസ്റ്റ് വാട്ടറിനെ നമുക്ക് ഡയറക്റ്റായിട്ട് ഒരിക്കലും ഡിസ്ചാർജ് ചെയ്യാൻ പറ്റില്ല. കാരണം അതിൽ ഒരുപാട് ഡിസീസ് കോസിങ് ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസംസ് ഉണ്ടായിരിക്കും. സോ മേജർ കമ്പോണൻ്റ് ഓഫ് വേസ്റ്റ് വാട്ടർ, ഈ വേസ്റ്റ് വാട്ടറിലെ ഏറ്റവും കൂടുതലായിട്ട് കാണുന്ന കമ്പോണൻ്റ് എന്ന് പറയുന്നത് ഹ്യൂമൻ എക്സ്ക്രീറ്റ. സോ ഈ വേസ്റ്റ് വാട്ടറിലെ ഏറ്റവും വലിയ കമ്പോണൻ്റ് എന്ന് പറയുന്നത് എന്താണ്? ഹ്യൂമൻ എക്സ്ക്രീറ്റയാണ്. അതുപോലെ മുനിസിപ്പൽ വേസ്റ്റ് വാട്ടർ തന്നെയാണ് വിളിക്കുന്ന പേരാണ് സീവേജ്. സോ മുനിസിപ്പൽ വേസ്റ്റ് വാട്ടർ വിളിക്കുന്ന പേരാണ് സീവേജ്. സോ മുനിസിപ്പൽ വേസ്റ്റ് വാട്ടറായ സീവേജ് അല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും മേജർ കമ്പോണൻ്റ് ഓഫ് വേസ്റ്റ് വാട്ടർ എന്ന് പറയുന്നത് ഹ്യൂമൻ എക്സ്ക്രീറ്റയാണ്. സോ സീവേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഒരുപാട് ലാർജ് എമൗണ്ട് ഓഫ് ഓർഗാനിക് മാറ്റർ ഉണ്ടാവും. നമ്മുടെ ഈ മുനിസിപ്പൽ വേസ്റ്റ് വാട്ടറിൽ ഒരുപാട് ഓർഗാനിക് മാറ്ററുകൾ ഉണ്ടായിരിക്കും. അതുപോലെ ഒരുപാട് മൈക്രോബ്സുകളുണ്ടാവും. സോ ഒരുപാട് ഓർഗാനിക് മാറ്ററുകളും മൈക്രോബ്സുകളും ഈ സീവേജിലുള്ളതുകൊണ്ട് അത് ഹൈലി പാത്തോജനിക് ആയിരിക്കും. ഹൈ എമൗണ്ട് ഓഫ് ഓർഗാനിക് മാറ്റർ ആൻഡ് ഹൈലി ഡിസീസ് കോസിങ് ആയിട്ടുള്ള മൈക്രോബ്സും ഉണ്ടായിരിക്കും. അതുകൊണ്ട് പാത്തോജനിക് ആയിരിക്കും ഈ പറഞ്ഞ സീവേജ് വാട്ടർ. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പറഞ്ഞ സീവേജിനെയോ അല്ലെങ്കിൽ ഇതുപോലത്തെ വേസ്റ്റ് വാട്ടറിൽ ഡയറക്റ്റായിട്ട് നാച്ചുറൽ വാട്ടർ ബോഡീസ്ക്ക് ഡിസ്ചാർജ് ചെയ്യാൻ സാധിക്കില്ല. സോ അതിനുവേണ്ടി നമ്മൾ ഡിസ്പോസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ബിഫോർ ഡിസ്പോസൽ നമുക്ക് ഈ സീവേജുകളെ ട്രീറ്റ് ചെയ്യേണ്ടി വരും. ബിഫോർ ഡിസ്പോസൽ സീവേജ് ട്രീറ്റഡ് ഇൻ സീവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ്. ഈ സീവേജ് അല്ലെങ്കിൽ വേസ്റ്റ് വാട്ടറുകളെ നമ്മൾ എന്ത് ചെയ്യണം? ഡിസ്പോസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് അവരെ ഒരു ട്രീറ്റ്മെൻറ്റുകളിലൂടെ അതിനെ മാക്സിമം ലെസ് പൊല്യൂട്ടിങ് ആക്കി മാറ്റണം. പൊല്യൂഷൻ കുറവുള്ള തരത്തിലുള്ള ഒരു വാട്ടറാക്കി മാറ്റിയതിന് ശേഷം മാത്രമേ നമുക്കിവരെ ഒരു നാച്ചുറൽ വാട്ടർ ബോഡീസായ റിവർ, സ്ട്രീമിലേക്കൊക്കെ ഡിസ്ചാർജ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. സോ ബിഫോർ ഡിസ്പോസൽ സീവേജ്, ഈ പറഞ്ഞ സീവേജ് വേസ്റ്റ് വാട്ടറിനെ ട്രീറ്റഡിന് എന്തൊക്കെയാണ് അതിലുള്ളത്? സീവേജിൽ ഓർഗാനിക് മാറ്ററുകളും ഹൈലി ഡിസീസ് കോസിങ് ആയിട്ടുള്ള മൈക്രോബ്സുകളും ഉണ്ടായിരിക്കും. സോ അവരെ സീവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റുകൾ, ഈ സീവേജുകളെ സീവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റുകളിൽ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നു. ആൻഡ് മേക്ക് ഇറ്റ് ലെസ് പൊല്യൂട്ടിങ്, മാക്സിമം പൊല്യൂഷൻ കുറയ്ക്കുന്നു. സീവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റുകളിലെ ട്രീറ്റ്മെൻറ്റുകളിലൂടെ അവരുടെ പൊല്യൂഷൻ പരമാവധി കുറയ്ക്കുന്നു. ആൻഡ് ട്രീറ്റ്മെൻറ്റ് ഓഫ് വേസ്റ്റ് വാട്ടർ എങ്ങനെയാണ് നടത്തുന്നതെന്ന് വെച്ചാൽ ഹെട്രോട്രോഫിക് മൈക്രോബ്സുകൾ വഴി. എങ്ങനെയാണ് സീവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റുകളിൽ നടക്കുന്നത്? ട്രീറ്റ്മെൻറ്റ് ഓഫ് വേസ്റ്റ് വാട്ടർ ബൈ ഹെട്രോട്രോഫിക് മൈക്രോബ്സ് ദാറ്റ് ഈസ് നാച്ചുറലി പ്രസൻറ്റ് ഇൻ സീവേജ്. ഈ സീവേജിൽ തന്നെ കാണപ്പെടുന്ന നാച്ചുറലി കാണുന്ന ഹെട്രോട്രോഫിക് മൈക്രോബ്സിൻ്റെ സഹായത്തോടു കൂടിയാണ് ഈ വേസ്റ്റ് വാട്ടർ ട്രീറ്റ് ചെയ്യുന്നത്. ഈ വേസ്റ്റ് വാട്ടർ ട്രീറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ സീവേജ് വാട്ടർ ട്രീറ്റ് ചെയ്യുന്നത് രണ്ട് ട്രീറ്റ്മെൻറ്റുകളിലൂടെയാണ്, പ്രൈമറി ആൻഡ് സെക്കൻഡറി ട്രീറ്റ്മെൻറ്റ്. സോ ഈ ട്രീറ്റ്മെൻറ്റ് സംഭവിക്കുന്ന ആ വേസ്റ്റ് വാട്ടറിലെ ട്രീറ്റ്മെൻറ്റ് സംഭവിക്കുന്നത് എങ്ങനെയാണ്? ആ സീവേജിൽ തന്നെയുള്ള നാച്ചുറലി കാണപ്പെടുന്ന ഹെട്രോട്രോഫിക് ആയിട്ടുള്ള മൈക്രോബ്സിൻ്റെ സഹായത്തോടെ. ഈ ഹെട്രോട്രോഫിക് മൈക്രോബ്സ് സീവേജിൽ ഒരുപാടുണ്ടായിരിക്കും. ആ മൈക്രോബ്സ് തന്നെയാണ് ഈ വേസ്റ്റ് വാട്ടറിനെ
ട്രീറ്റ് ചെയ്യാനായിട്ട് സഹായിച്ച് അതിനെ മാക്സിമം ലെസ് പൊല്യൂട്ടിംഗ് ആക്കി മാറ്റുന്നത്. ആ ട്രീറ്റ്മെൻറ്റുകളാണ് പ്രൈമറി ആൻഡ് സെക്കൻഡറി ട്രീറ്റ്മെൻറ്റുകൾ.